വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് പഠനം തുടരാൻ അനുമതി നൽകി സർവകലാശാല ഉത്തരവുണ്ടായി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കലാശാലയുടെ ഈ നടപടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്തായാലും ഈ ഉത്തരവ് കോടതി വിധിക്ക് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇതിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ളത്? സുർജിത്ത്, യഥാർത്ഥത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് കുട്ടികൾക്ക് ഈ പ്രതികളായ കുട്ടികൾക്ക് ഇതിൽ അനുവദിച്ചിരിക്കുന്നത്? കാര്യം കോടതി വിധി വന്നതിന് ശേഷമാണല്ലോ സർവകലാശാല ഇങ്ങനൊരു ഉത്തരവ് ഇറക്കാൻ തീരുമാനിച്ചത്. വിവരങ്ങൾ. തീർച്ചയായും നേരത്തെ ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ കോടതിയിൽ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയാണ് സമീപിച്ചത്. ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിലൊരു പ്രതികൾക്ക് പഠനം തുടരാനുള്ള അനുമതി നൽകിക്കൊണ്ട് സർവകലാശാലയുടെ ഉത്തരവ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ ചില വ്യവസ്ഥകൾ 10 വ്യവസ്ഥകളാണ് വെച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മണ്ണുത്തി ക്യാമ്പസിലാണ് താൽക്കാലികമായി പഠനം തുടരാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. ആർക്കും ഈ മണ്ണുത്തി ക്യാമ്പസിൽ ഹോസ്റ്റൽ സൗകര്യം അനുവദിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടുണ്ട്. ഒപ്പം തന്നെ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ ഈ പഠന വിലക്ക് നേരിട്ടവരാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇളവ് നേടിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ഈ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളെ, പ്രതികളായിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റി അവരെ കേൾക്കുക എന്നുള്ള ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും അവർക്ക് ചാർജ് മെമ്മോ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. ഈ സമയം വിദ്യാർത്ഥികൾ, അതായത് ഈ സർവകലാശാല ഇത് കേൾക്കാതിരിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ സമയം വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ ഒളിവിലോ ആയിരുന്നു എന്നുള്ളതാണ്. ഇവരെ കേട്ട ശേഷമാകും പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി ഇതിൽ നടപടി വ്യക്തമാക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടാകും സർവകലാശാല തയ്യാറാക്കുക. ഇതുകൂടി പരിഗണിച്ചാവും കോടതി അന്തിമ തീർപ്പിലേക്ക് എത്താൻ വേണ്ടി പോവുക. വിദ്യാർത്ഥികൾ പഠനം നടത്തിയാലും സ്വാഭാവികമായും ഈ കോടതി ഉത്തരവ് വരുന്നത് വരെ, അതായത് ഈ റിപ്പോർട്ട് നൽകിയ ശേഷം കോടതി ഉത്തരവ് വരുന്നത് വരെ ഇവരുടെ റിസൾട്ട് തടഞ്ഞു വെക്കുക എന്നുള്ള നടപടിയിലേക്ക് സർവകലാശാല കടക്കുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതാണ് നിയമ വഴി. അത്തരത്തിൽ തീരുമാനം വിത്ത്ഹെൽഡ് എന്നുള്ള തരത്തിലേക്ക് അവരുടെ റിസൾട്ട് ആ തരത്തിൽ തടഞ്ഞു വെക്കും. ഇതിനുശേഷം കോടതിയുടെ അന്തിമ വിധി ഈ കേസിൽ വരുന്നത് വരെ അതിനുശേഷമാകെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SK.